തന്നെ അടുത്ത രാജുവേട്ടൻ്റെ ഡയറക്ഷൻ വീണ്ടും ലാലേട്ടനായിട്ടാണെന്നുള്ള റൂമേഴ്സ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നിലവിൽ എന്തെങ്കിലും അറിയാം? ഇപ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണം എന്ന് നമുക്ക് ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. അത് നടക്കുന്ന രീതി അണ്ടർ റേറ്റഡ് ആണോ ഓവർ റേറ്റഡ് ആണോ എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. സോ ഒറ്റക്കൗണ്ട് നിലവിലെ അപ്ഡേഷൻ മൊത്തത്തിൽ ഇന്ദ്രേട്ടൻ്റെ പൊസിഷൻ കംപ്ലീറ്റ് ആയ ഇല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഡയറക്ടോറിയലിനെ കുറിച്ച് ഒരു അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഇന്റർവ്യൂസിൽ കുറച്ച് മുന്നേ. അതിന്റെ അപ്ഡേഷൻ എന്തായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട്. ബട്ട് ഇത് ഇന്ന സമയം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ അത് ഇന്ദ്രന്റെ കാര്യമല്ല, ഇന്ദ്രനല്ലേ പറയേണ്ടത്. അപ്പൊ മാമിന്റെ പുതിയ എന്തെങ്കിലും പ്രൊജക്ട്? എൻ്റെ സിനിമ ഓണത്തിന് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശേഷങ്ങൾ പറയില്ല, നിങ്ങൾ എന്നെ വഴിയാക്കും. ഓണത്തിന് കുറെ ചിത്രങ്ങൾ വരുന്നുണ്ട്. ലോക വരുന്നുണ്ട്, ഓടും കുതിര വരുന്നുണ്ട്, പിന്നെ ലാലേട്ടന്റെ പടം. അതിൽ ഏത് പടത്തിലാണ്? ഓണത്തിനൊരു ചിത്രമുണ്ട്, അതിന് സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ജൂലൈ അവസാനമായില്ലേ, ഓഗസ്റ്റ് 10-ഓടുകൂടി നമ്മുടെ പോസ്റ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യും. അതിന്റെ പോസ്റ്റർ കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മകളൊരു സോങ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു എമ്പുരാനിലെ. അതിൻ്റെ എങ്ങനെ വിശേഷങ്ങൾ? അന്ന് ആ സമയത്ത് രാജുവേട്ടനാണ് ഇതിൻ്റെ റേറ്റിംഗ് എഴുതിയെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അറിയാതാണ് പാടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിയുടെ പാട്ടാണ് സോങ് റൈറ്റിംഗ് പൃഥ്വിയാ ചെയ്തിരുന്നത്. മോള് പാടി, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. കുഞ്ഞുമോളും പാടിയിട്ടുണ്ടല്ലോ, അനിയൻ്റെ മോള് വരാത്ത പാടിയിട്ടുണ്ടല്ലോ. സോ എന്നാലും അടുത്ത പ്രതീക്ഷിക്കാം നമുക്ക് ഇന്ദ്രയത്തിന്റെ ഒരു ഡയറക്ടോറിയൽ 2026. തന്നെ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, രണ്ടാളും ഒരു വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു പടം ഇന്നലെ സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ ഒരു അപ്ഡേഷൻ കൂടി തന്നെ അടുത്ത രാജുവേട്ടൻ്റെ ഡയറക്ഷൻ വീണ്ടും ലാലേട്ടനായിട്ടാണെന്നുള്ള റൂമേഴ്സ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നിലവിൽ എന്തെങ്കിലും അറിയത്തില്ല? അടുത്ത വരാനുള്ള പ്രൊജക്ട് ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നത് ഒറ്റക്കൊമ്പനാണ്. ഒറ്റക്കൊമ്പൻ കഴിഞ്ഞ് അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഫ്രൈഡേ ഫിലിം ഹൗസ്. കേട്ടില്ലേ? ഫ്രൈഡേ ഫിലിം ഓക്കെ. അത് ഒറ്റക്കൊമ്പൻ്റെ നിലവിലെ അപ്ഡേഷൻ മൊത്തത്തിൽ ഇന്ദ്രേട്ടൻ്റെ പൊസിഷൻ കംപ്ലീറ്റ് ആയ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ വേറെ ഹിന്ദിന്ന് ഒരു പ്രോജക്റ്റും പറയണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സംസാരിച്ച അനുരാഗ് കശ്യപിന്റെ ബോബി ഡിയോളും. അതിനകത്ത് കുറച്ച് പോപ്പുലർ ആക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. പിന്നെ അനുരാഗ് കശ്യപിന്റെ ഫിലിം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര സമകാലിക വിഷയത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സിനിമാ കണ്ണുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നൊരു ഫിലിം മേക്കറാണ് അദ്ദേഹം. അതിൻ്റെ ജോണർ എന്താ വരുന്നത് ഹിന്ദിയുടെ? ആക്ച്വലി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പുറത്ത് പറയാൻ പാടില്ല. ഞാൻ ഓരോ സിനിമയുടെ ഭാഗമല്ല, സോ സംസാരിക്കുന്നത് ശരിയല്ല. ഇന്ദ്രജിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു റോളാണ്. പിന്നെ ഒരു മറുഭാഷ ചിത്രമാണ്, ഇത്രയും വലിയൊരു ടീമിൻ്റെ ഒപ്പം. അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോള് കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ അത് ഇപ്പോൾ ടൊറോണ്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഈ വർഷം സിനിമ പോകുന്നതെന്ന് കേൾക്കുന്നു. അതൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ദ്രജിത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്ന കാര്യം ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണെന്നാണ് പറയുന്നത്. അങ്ങനെ മാമിന് തോന്നിയിട്ടുണ്ടോ? എല്ലാ മലയാളികളും അങ്ങനെയാണ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. പിന്നെ ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണം എന്ന് നമുക്ക് ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. അത് നടക്കുന്ന രീതി അണ്ടർ റേറ്റഡ് ആണോ ഓവർ റേറ്റഡ് ആണോ എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. സോ ഐ തിങ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ആ പ്രോസസ് ഏറ്റവും നല്ല വൃത്തിയായി ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് ദെൻ ഔട്ട്പുട്ട് ഇസ് നോട്ട് ഇൻ യുവർ ഹാൻഡ്സ്. തീർച്ചയായിട്ടും ഇറ്റ് വിൽ കം യുവർ വേ. ഇന്ദ്രേട്ടൻ കമ്മിറ്റ് ചെയ്യണ പ്രൊജക്റ്റ് ഡിസ്കഷൻ നടക്കാറുണ്ട്. അത് കഥ കേട്ടിട്ട് അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് കഥകളൊക്കെ, അല്ല ഒരു ഒപ്പീനിയൻ അങ്ങനെ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ശരിക്കും അത് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ താല്പര്യങ്ങളും അവരുടേതായിട്ടുള്ള ഒപ്പീനിയനും അവർക്കുണ്ട്. വിഷയങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഒരു ഫാമിലിയിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക, പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോവുക. അല്ലാതെ എൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഒപ്പീനിയൻ പറയാനുള്ള രീതിയിലേക്കുള്ള ഒരു സംഭാഷണം ഉണ്ടെങ്കിൽ പോലും ഞാനത് ക്യാമറയുടെ മുമ്പിൽ പറയുന്നില്ല. ഓക്കെ താങ്ക് യു സോ മച്ച്.